കേരളത്തിൻ്റെ സംസ്ഥാന വൃക്ഷമായ തെങ്ങ് ഒറ്റത്തടിയല്ലേ? എന്നാൽ ഇടുക്കി തടിയമ്പാട് സ്വദേശി സതീഷിൻ്റെ പുരയിടത്തിൽ ചെന്നാൽ അക്കാര്യത്തിൽ ആർക്കും ഒരു സംശയം ഉണ്ടാകും. ആ കൗതുക കാഴ്ചയിലേക്ക്. നാൽപ്പത് വർഷം മുമ്പ് സതീഷും പിതാവും ചേർന്ന് പുരയിടത്തിൽ നട്ട തെങ്ങാണിത്. 20 വർഷം കഴിഞ്ഞപ്പോൾ കൊമ്പൻ ചെല്ലിയുടെ ആക്രമണത്തിൽ തെങ്ങിന്റെ മണ്ട വെട്ടി. എന്നാൽ തല പോയാലും തളരില്ല എന്ന മട്ടിൽ മണ്ട പോയ തെങ്ങിന്റെ മുകൾ ഭാഗം 2 ശാഖകളായി വളർന്നു. ഒരേ ഉയരത്തിലും വലിപ്പത്തിലും വളർന്നു വന്ന ശാഖകൾ 10 വർഷം പിന്നിട്ടപ്പോൾ ഒരേപോലെ കായ്ഫലവും നൽകി. കൊമ്പൻചെല്ലിയുടെ ആക്രമണത്താൽ ഇത് മണ്ട പോയി. അതിനുശേഷം ഞങ്ങൾ മണ്ട വെട്ടി ഗോഡമിശ്രം തേച്ചായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ ശേഷമാണ് ഇത് രണ്ടായിട്ട് ഇങ്ങനെ കണ്ടത്. ഒന്നിച്ചാണ് രണ്ട് ശേഖരമായിട്ട് വന്ന് കണ്ടത്. അതിനുശേഷമാണ് ഇത് ഒരു 10 വർഷം കഴിഞ്ഞിട്ട് പിന്നെ കായായിട്ട് വരാം. കുറേ ഒപ്പം തന്നെ കായ്ഫലം 2 തെങ്ങിലും ഉണ്ട്, 2 ഏകരത്തിലുമുണ്ട്. തൊണ്ട് കട്ടി കുറഞ്ഞ നല്ല തേങ്ങകളാണ് ഈ തെങ്ങിൽ നിന്നും ലഭിക്കുന്നത്. കേരളീയർ അവർക്ക് എന്തും നൽകുന്ന വൃക്ഷമെന്ന അർത്ഥത്തിലാണ് തെങ്ങിനെ കൽപ്പവൃക്ഷം എന്ന് വിളിക്കുന്നത്. ആ പേര് അന്വർത്ഥമാക്കുന്നതാണ് ഈ കാഴ്ച. ഹരീഷ്, നീ എന്താ ഈ തെങ്ങയെ നോക്കി ഇങ്ങനെ കാര്യമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കണേ? അല്ല, ഞാൻ ആലോചിക്കുമായിരുന്നു, ഈ തെങ്ങില് തേങ്ങ ഇടാൻ തന്നെ ചേട്ടന് എത്ര കൂലി കൊടുക്കേണ്ടി വരും? ശരിയാ, ഈ വാർത്ത കാണുന്ന എല്ലാവർക്കും സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തായാലും കേരളത്തിൽ ആദ്യമായല്ല ഇങ്ങനെ ഒരു തെങ്ങ് കാണപ്പെടുന്നത്. എന്നാൽ ഇതൊരു കൗതുക കാഴ്ച തന്നെയാണ് താനും. സുനിൽ സുരേന്ദ്രനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി.